നമസ്കാരം ട്രേഡേഴ്സ്. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഞാൻ സിയാദ് ഇലിക്കൽ. എല്ലാ ആളുകളും ഈദ് ആഘോഷിച്ചു എന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. നമുക്ക് നാളെ മാർക്കറ്റ് അവധി. അപ്പോൾ നാളെ വീണ്ടും നിഫ്റ്റി ഒരു ദിവസം അവധിയിലേക്ക് പ്രവേശിക്കുന്നു. അതിനുശേഷം വെള്ളിയാഴ്ച മാർക്കറ്റ് ഓപ്പൺ ആകും. വെള്ളിയാഴ്ച മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം ഏകദേശം ഒരു 6 മണിയോട് കൂടിയിട്ട് US ഇൻഫ്ലേഷൻ ഡേറ്റ, പണപ്പെരുപ്പ നിരക്ക് വരും. ആഗോള മാർക്കറ്റ് വളരെ സൂക്ഷ്മമായിട്ട് വീക്ഷിക്കുന്ന ഒരു ഇവൻ്റാണ് US ഇൻഫ്ലേഷൻ ഡേറ്റ. പക്ഷേ അത് കാരണം ഇന്നലെ US മാർക്കറ്റ് ഫ്ലാറ്റായിരുന്നു. ഇന്ത്യൻ മാർക്കറ്റ് ഫ്ലാറ്റ് ആകുമെന്നൊക്കെ നമ്മൾ കരുതിയെങ്കിൽ കൂടിയും മാർക്കറ്റ്, അതിൽ നിഫ്റ്റി ഇന്ന് അതിശക്തമായിട്ട് തന്നെ മുകളിലേക്ക് പോയി. ഇന്നലത്തെ ഹൈ വീണ്ടും റെസിസ്റ്റൻസ് ഫേസ് ചെയ്തു. അവിടെ നിന്ന് തൽക്കാലം താഴേക്ക് പോയിട്ടുണ്ട്. വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു മാർക്കറ്റാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. നാളെ നമ്മുടെ മാർക്കറ്റ് അവധിയാണെന്നോ അല്ലെങ്കിൽ നാളെ ഇന്ന് വൈകിട്ട് US നിന്നൊരു വലിയൊരു ഈവൻറ്റ് വരുമെന്നുള്ള യാതൊരു ലക്ഷണങ്ങൾ കാണിക്കാതെ മാർക്കറ്റ് മുകളിലേക്ക് തന്നെ പോകുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത്. ഇന്ന് നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് പരിശോധിക്കുമ്പോൾ സ്ലൈറ്റ്ലി ഗ്യാപ് അപ്പിൽ ഓപ്പൺ ചെയ്തൊരു നിഫ്റ്റി 22,680 നിന്ന് 22,763 മറികടന്ന് ഇന്നലത്തെ ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്ത് പുത്തനൊരു ഹൈ ക്രിയേറ്റ് ചെയ്ത് നിഫ്റ്റി 22,732 നിഫ്റ്റി നിൽക്കുന്നത്. 111 പോയിൻ്റാണ് ഇന്നലത്തെ ഹൈയിൽ നിന്ന് നിഫ്റ്റി റാലി രേഖപ്പെടുത്തിയത്. സെൻസെക്സ് 354 പോയിൻ്റ്, ബാങ്ക് നിഫ്റ്റി 256 പോയിൻറ്റിൻ്റെ റാലി രേഖപ്പെടുത്തി. നിഫ്റ്റിയിൽ കോൾ ഇന്ത്യ, BPCL, കൊട്ടാക് മഹേന്ദ്ര, ITC, ഹിൻഡൽക തുടങ്ങിയ കമ്പനീസ് മികച്ച നേട്ടം കൈവരിച്ചു. കൂടാതെ തന്നെ ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് പരിശോധിക്കുമ്പോൾ ഇന്ന് ഇന്ത്യ വിക്സ് ഫോളായി, 2% ഫോളായി. ഏകദേശം ഒരു 11.10 എന്ന നിലയിലാണ് ഇന്ത്യ വിക്സിൻ്റെ നിൽപ്പ്. വളരെയധികം പ്രീമിയം കുറഞ്ഞ ഒരു രീതിയിലാണ് ഇന്ത്യ വിക്സിൻ്റെ നിൽപ്പ്. കൂടാതെ ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന യൂറോപ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ ഇപ്പോൾ പോസിറ്റീവിലാണ് ഇപ്പോൾ ട്രേഡിങ് തുടരുന്നത്. ബിറ്റ് കോയിൻ ഏകദേശം ഒരു 1700 പോയിൻറ്റിൻ്റെ ഒരു ഫോള് ബിറ്റ് കോയിനിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ഫ്ലാറ്റാണ്. ഏഷ്യൻ മാർക്കറ്റ് എന്നാൽ കാണാൻ സാധിക്കും എല്ലാം റെഡിലാണ് അടച്ചിട്ടുള്ളത്. ചൈന, കൊറിയ, ജപ്പാൻ മാർക്കറ്റുകളെല്ലാം തന്നെ റെഡിൽ അടച്ചു. ഗോൾഡ് ചെറിയ തോതിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ട് 2348 ഔൺസ് എന്ന നിലയിലാണ്. $2348 പെർ ഔൺസ് എന്ന നിലയിൽ ഇപ്പോൾ ട്രേഡിങ് തുടരുകയാണ് ഗോൾഡ്. അപ്പോൾ ഗോൾഡിൽ വലിയ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടില്ല. എന്നാൽ ഈ ഒരു ബിറ്റ് കോയിനിലൊരു ശക്തമായിട്ടുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. വീണ്ടും 70,000 എന്ന റേഞ്ച് സസ്റ്റെയിൻ ചെയ്യാതെ ബിറ്റ് കോയിൻ താഴേക്ക് പതിച്ചതായിട്ട് കാണാൻ സാധിക്കും. നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ ഇന്ന് പ്രധാനമായിട്ടും റിലയൻസ്, ITC, എയർടെൽ തുടങ്ങിയ കമ്പനീസാണ് നിഫ്റ്റിയിൽ മികച്ച കോൺട്രിബ്യൂട്ട് ചെയ്ത് നിഫ്റ്റിനെ ഇത്ര ശക്തമായിട്ട് മുകളിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചത്. നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ നിഫ്റ്റി ഒരു ഫ്രഷ് ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നവീൻ ഫ്ലോറൈൻ, അതുൽ ഇൻഡസ്ട്രീസ്, ആരതി ഇൻഡസ്ട്രീസ്, ദീപക് നൈട്രൈറ്റ് തുടങ്ങിയ സ്പെഷ്യാലിറ്റി കെമിക്കൽ കമ്പനീസ് എല്ലാം തന്നെ ഇന്ന് മികച്ച ഒരു റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേദാന്ത കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടിരുന്നു. വേദാന്തനെ സംബന്ധിച്ചുള്ള ന്യൂസുകൾ. വേദാന്ത ഇന്നും 7% റാലി രേഖപ്പെടുത്തി. സീലെസ് എന്ന് പറയുന്ന ഒരു ബ്രോക്കറിംഗ് സ്ഥാപനം വേദാന്തനെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ PB ഫിൻടെക് കമ്പനി ICICI ലോംബാർഡ് എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ് സെല് ചെയ്യുന്ന കമ്പനിയായിട്ട് ഒരു ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. അപ്പോൾ PB ഫിൻടെക് കമ്പനിയും ഇന്ന് റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ടാറ്റ കെമിക്കൽ ഇന്ന് റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്ലൈറ്റ്ലി. കാരണം സോഡ് ആഷിൻ്റെ എല്ലാം തന്നെ വില വർദ്ധിപ്പിച്ചു എന്നുള്ള ഒരു ന്യൂസാണ്. ഹോസ്പിറ്റാലിറ്റി രംഗത്തെ ലെമൺ ട്രീ ഹോട്ടൽ അവരുടെ പുതിയ ഒരു ഹോട്ടൽ കാഠ്മണ്ഡുവിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അത് കാരണം ലെമൺ ട്രീ ഹോട്ടലിൽ നിന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ഇനി ഏവിയേഷൻ സെക്ടറിനെ സംബന്ധിച്ച് നമ്മൾ ഒരുപാട് ന്യൂസുകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് നമ്മൾ കണ്ടിരുന്നു. എസ്പെഷ്യലി ഏവിയേഷൻ്റെ ഈ രംഗത്തുള്ള ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള ലിസ്റ്റ് ചെയ്ത കമ്പനികളിൽ ഇൻഡിഗോയാണ്. ഇൻഡിഗോ അവരുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡൊമസ്റ്റിക് മേഖലയിൽ സർവീസ് നടത്തുന്ന കമ്പനിയാണ് ഇൻഡിഗോ. ഓരോ ദിവസങ്ങളിലും നമ്മൾ ഇൻഡിഗോ പുതിയ സർവീസ് എക്സ്പാൻഡ് ചെയ്തു, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സർവീസ് എക്സ്പാൻഡ് ചെയ്തു. കോഡ് ഷെയറിങ് ബിസിനസ് വിവിധ രാജ്യങ്ങളിലുള്ള എയർവേസ് കമ്പനീസായിട്ട് പുതിയതായിട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ വളരെ എനർജറ്റിക്കായിട്ട് വളരെ എന്തൂസിയാസ്റ്റിക്കോടെ പ്രവർത്തിക്കുന്ന ഒരു ഏവിയേഷൻ കമ്പനിയാണ് ഇൻഡിഗോ. അപ്പോൾ ഇൻഡിഗോ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 3ാമത്തെ മാർക്കറ്റ് ക്യാപ്പുള്ള ഏവിയേഷൻ സെക്ടറിലൊരു കമ്പനിയായിട്ട് മാറി എന്നുള്ള ന്യൂസാണ് ഇന്നും ഇൻഡിഗോ റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഭാരതി സുസുക്കി
ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാറുകൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയാണ് മാരുതി. അതിൽ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്തിട്ടുള്ളൊരു കാറാണ് മാരുതിയുടെ സ്വിഫ്റ്റ്. അപ്പോൾ സ്വിഫ്റ്റും ഗ്രാൻഡ് വിറ്റാരയും മാരുതി ഈ കാറുകളുടെ വില വർദ്ധിപ്പിക്കാനായിട്ട് കമ്പനിയെ സംബന്ധിച്ച ന്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു ഐഡിയ അവരുടെ താരിഫെല്ലാം തന്നെ ഉയർത്തുകയാണെന്നുള്ള ന്യൂസ്. ഇന്ന് നമ്മൾ കണ്ടു എയർടെൽ റാലി രേഖപ്പെടുത്തിയ എയർടെലിൻ്റെ ഒരു സബ്സിഡിയറി കമ്പനിയുടെ ഒരു IPO ഉണ്ടായിരുന്നു, എക്സാഗൺ. കൂടാതെ ജിയോ ഏകദേശം 35 ലക്ഷം സബ്സ്ക്രൈബേഴ്സിന് ആഡ് ചെയ്ത് ട്രായുടെ പുതിയ കണക്കുകൾ പ്രകാരം. അപ്പോൾ എല്ലാ ഒട്ടുമിക്ക കമ്പനീസെല്ലാം തന്നെ വലിയ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് കാരണം ഇലക്ഷന് മുമ്പ് തന്നെ ശക്തമായ റാലി ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ അടുത്ത ആഴ്ച നമ്മുടെ വെബ്സൈറ്റിൽ ഈ ഇൻഫോസിസ് അല്ലെങ്കിൽ TCS തുടങ്ങിയ കമ്പനീസിനെല്ലാം തന്നെ റിസൾട്ട് ആണല്ലോ ഇനിയിപ്പോൾ അടുത്ത ആഴ്ചയിലുള്ളത്. ഇപ്പോൾ വെബ്സൈറ്റിലെ റിസൾട്ട് കലണ്ടർ അപ് ടു ഡേറ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ പോകാം, ട്രേഡ് ബഡ്ഡി vismate.com പോകാം, ട്രേഡ് ബഡ്ഡി ടാബിൽ പോകാം, റിസൾട്ട് കലണ്ടർ നോക്കാം, അവിടെ സെർച്ച് ചെയ്യാം, കമ്പനിയുടെ പേര് സെർച്ച് ചെയ്യാം. അപ്പോൾ അടുത്ത ആഴ്ച ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെയധികം സുപ്രധാനമായിട്ടുള്ള ഒരു വീക്കാണ്. കാരണം മുൻനിര IT കമ്പനിയായിട്ടുള്ള TCSൻ്റെ ഇൻഫോസിസിൻ്റെ റിസൾട്ട് വരികയാണ്. അടുത്ത ആഴ്ചയിൽ ഇതേ സമയത്ത് നമ്മൾ HDFC ബാങ്കിൻ്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് കാരണം നെക്സ്റ്റ് സാറ്റർഡേ ആണ് HDFC ബാങ്കിൻ്റെ റിസൾട്ട് ഉള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ ന്യൂസുകൾ നമുക്ക് വരാനിരിക്കുകയാണ്. ലോക്സഭ ഇലക്ഷൻ തുടങ്ങുന്നത് 19-ാം തീയതിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ന്യൂസുകളുണ്ട്. മാർക്കറ്റ് അതിശക്തമായിട്ട് മുകളിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ ഈ ട്രേഡിംഗ് എന്ന് പറയുന്നത് കേവലം ഒരു കോളും പുട്ടും ബൈ ചെയ്ത് ചെയ്യുന്ന ഒരു പ്രോസസ്സ് മാത്രമാകാതെ മ്യൂച്വൽ ഫണ്ട് കമ്പനികളിലെല്ലാം തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് ശ്രമിക്കുക. ഞാൻ ആംഫിയുടെ സർട്ടിഫൈഡ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറാണ്. അപ്പോൾ നമ്മളായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ട് പരമായിട്ടുള്ള അഡ്വൈസ് ചെയ്യാനായിട്ട്, അതായത് സ്റ്റോക്ക് വാങ്ങി വിൽപ്പന നടത്താനായിട്ടുള്ള അഡ്വൈസ് അല്ല, മ്യൂച്വൽ ഫണ്ടുകൾ സെലക്ട് ചെയ്യാനായിട്ടുള്ള അഡ്വൈസ് ചെയ്യാനായിട്ടുള്ള റൈറ്റ്സ് നമുക്കുണ്ട്. അപ്പോൾ ബന്ധപ്പെടാം. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. ഒരു ദിവസം ഒരു ചെറിയൊരു ബ്രേക്ക് നമുക്കുണ്ട്. വീണ്ടും വെള്ളിയാഴ്ച രാവിലെ പ്രീ മാർക്കറ്റിൽ നമുക്ക് കാണാം. താങ്ക് യു ഓൾ.